42 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള ദുബായിലെ തന്നെ ഒരു ടോപ്പ് ഡെവലപ്പറിൻ്റെ 4 ബെഡ്റൂം ടൗൺ ഹൗസ് ഒരു 2 മില്യൺ ദറംസിന് കിട്ടിയാലോ? ഇതാണ് ഞാൻ പറഞ്ഞ ദമാക് ഹിൽസ് 2 എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ മാസ്റ്റർ പ്ലാൻ ആണിത്. നമുക്ക് ഇവിടെ ലഗൂൺസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ബീച്ച് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട്. സോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇതിനകത്ത് ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ്, അതും 2 മില്യൺ ദറംസിന്. അതിൻ്റെ മോഡലാണ് നിങ്ങളീ കാണുന്നത്. ഈ കോർണറിൽ കാണുന്നതെല്ലാം കാണുന്ന കോർണർ യൂണിറ്റ്സ് ആണ്. ഈ കോർണർ യൂണിറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ ഷേപ്പ് ഗാർഡൻ ആയിരിക്കും. ഓക്കെ, മിഡിൽ യൂണിറ്റ് വരുമ്പോൾ ഇതിന് മൊത്തത്തിൽ 4 യൂണിറ്റ് ആണ്. അന്നേരം സോ ഈ 2 കോർണറിൽ വരുന്നതും ഈ കോർണർ യൂണിറ്റ്സ് ആണ്. അതിന് എൽ ഷേപ്പ് ഗാർഡൻ കാണും. മിഡിൽ യൂണിറ്റ് ആകുമ്പോൾ എൽ ഷേപ്പ് ഗാർഡൻ വരില്ല. നിങ്ങൾക്ക് ഈ ബാക്ക് യാർഡിലേക്കുള്ള ആക്സസ് വരുന്നത് ലിവിങ് റൂമിൽ കൂടെ ആയിരിക്കും. പിന്നെ ഇത് മൊത്തത്തിൽ 2 ഫ്ലോറാണ്, ഗ്രൗണ്ട് പ്ലസ് 2. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് കിച്ചൺ വരുന്നുണ്ട്, ലിവിങ് റൂം വരുന്നുണ്ട്, സ്റ്റോറേജ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ വരുമ്പോൾ 3 ബെഡ്റൂം വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോർ വരുമ്പോൾ 1 ബെഡ്റൂം വരുന്നുണ്ട്, ടെറസും ഉണ്ട്. എല്ലാ യൂണിറ്റ്സിലും ബാൽക്കണി ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലേഔട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ്. അതായത് ഈ ദമാക് ഹിൽസ് 2 എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ബോഡിയും ഈ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നിങ്ങൾ കാണുന്നത്. വീണ്ടും നമുക്ക് ഫിഷിംഗ് ലേക്ക്, അങ്ങനത്തെ കുറേ ഫെസിലിറ്റി ഉണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര ഫെസിലിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. അവിടെ നിങ്ങൾക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം, വീണ്ടും കുറേ വാട്ടർ ബോഡി ഉണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ 42 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ബാർബിക്യൂ ഏരിയ ഉണ്ട്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. സോ ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഒരു കാര്യത്തിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. സ്കൂൾസ് വരുന്നുണ്ട്, ക്ലിനിക്ക് ഓൾറെഡി ഉണ്ട്, ഇതിനകത്ത് മോളുണ്ട്, പിന്നെ ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഞാൻ മോളിൽ നിന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ലഗൂണ്. നിങ്ങൾക്കിവിടെ ബോട്ടിങ് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോവില്ലാണ്. ഞാൻ നിങ്ങൾക്ക് ഷോവില്ലേയും കാണിച്ചു തരാം. ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. പിന്നെ ആ കാണുന്ന ടൗൺ ഹൗസ് ഒക്കെ റെഡിയാണ്, ഓൾറെഡി ടെനൻസ് ഒക്കെ താമസിക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആണ് അവരുടെ. ഈ കാണുന്നതാണ് വാട്ടർ ടൗണിനകത്ത് നിങ്ങൾക്ക് ഇത് കാണുന്ന റിവറാണ്, അതായത് ലേസി റിവറാണ്. ഇത് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ആ കാണുന്നത് സർഫിങ് ഏരിയ ആണ്. പിന്നെ ഇവിടെ ഒരു ബീച്ചുണ്ട്. ഈ കാണുന്ന ബീച്ചാണ്. ഈ കാണുന്നെല്ലാം റിവറിൻ്റെ ഭാഗമാണ്. സോ അത് കാണുന്ന ബീച്ചാണ്, നിങ്ങൾ കാണുന്ന ബീച്ചാണ്. സോ ഇതിൻ്റെ മോർ ദാൻ 50% കമ്മ്യൂണിറ്റിയുടെ ഗ്രീനറിയും വാട്ടറുമാണ്.
സോ ഇത് ഓൾറെഡി റെഡിയാണ്. നിങ്ങളിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കുന്നതായിട്ട് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ എന്നെ കോൾ ചെയ്ത് നമുക്കൊരു മീറ്റിംഗ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്ന് നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ലേഔട്ടിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിൻ്റെ ലേഔട്ടിലേക്ക് പോകാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ കോർണർ യൂണിറ്റ്സ്, ഇത് മിഡിൽ യൂണിറ്റ്സ്. ടോട്ടലി ഒരു ക്ലസ്റ്ററിനകത്ത്, ഒരു സെക്ഷനകത്ത് വരുന്നത് 4 യൂണിറ്റ്സ് ആണ്. അതിനകത്ത് 2 യൂണിറ്റ്സ് കോർണറും 2 യൂണിറ്റ്സ് മിഡിലായിട്ടാണ് വരുന്നത്. സോ കോർണർ യൂണിറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ട് ഏരിയ കമ്പാരിറ്റീവ്ലി മിഡിൽ യൂണിറ്റ്സിനെക്കാട്ടി കൂടുതലായിരിക്കും. പിന്നെ അതിന് 2 ആക്സസ് വരും. അതായത് ബാക്ക് യാർഡിലേക്ക് 2 ആക്സസ് വരും. ഒന്ന് ഫ്രണ്ടിൽ കൂടെ പോകാം, പിന്നെ ഒന്ന് നമുക്ക് ലിവിങ് റൂം വഴി ആക്സസ് കിട്ടും. പിന്നെ ടോട്ടൽ നമുക്ക് 2 പാർക്കിംഗ് വെച്ച് അസൈൻഡ് കവേർഡ് പാർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ബാക്കിലും 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടെ കാണും അതിനകത്ത്. സോ നമ്മൾ ലേഔട്ട് നോക്കുവാണെങ്കിൽ, സോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുവാണെങ്കിൽ, സോ ഇവിടെ 2 കവേർഡ് പാർക്കിംഗ് വരുന്നുണ്ട്. ക്ലോസ്ഡ് കിച്ചൺ ആണ് നമുക്ക് വരുന്നത്. പിന്നെ വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേയേഴ്സ് ആണ് വരുന്നത്. സ്റ്റേയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പൗഡർ റൂം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിവിങ് റൂം വരുന്നത്. കോർണർ യൂണിറ്റ് ആകുമ്പോൾ 2 സൈഡിലും നമുക്ക് ഗ്ലാസ് വിൻഡോസ് ആണ് വരുന്നത്. അതായത് കൂടുതലും ബ്രൈറ്റ് ആയിരിക്കും കോർണർ യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ. മിഡിൽ യൂണിറ്റ്സ് ആകുമ്പോൾ 1 സൈഡ് മാത്രമേ ഉള്ളൂ ഗ്ലാസ് കാണുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിവിടെ വരുന്നത് സ്റ്റേയേഴ്സ് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂമും റൈറ്റ് സൈഡിൽ 2 സ്റ്റാൻഡേർഡ് ബെഡ്റൂംസാണ് വരുന്നത്. അതിന് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നില്ല. അതിന് കോമൺ ആയിട്ടൊരു വാഷ്റൂം വിത്ത് ടബാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ആകുമ്പോൾ അതിന് സ്റ്റാൻഡിങ് ഷവറാണ് വരുന്നത്. പിന്നെ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. ഫസ്റ്റ് 2 സ്റ്റാൻഡേർഡ് റൂംസിന് ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന് സെപ്പറേറ്റ് ആയിട്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് റൂമിൽ നമുക്ക് 4th ബെഡ്റൂം വരുന്നത് സെക്കൻഡ് റൂമിലാണ്. അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂം വരുന്നുണ്ട്. പിന്നെ ടെറസ് വരുന്നുണ്ട്. അവിടെ നമുക്കവിടെ ഓപ്പൺ ബാർബിക്യൂ ഏരിയ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. എന്തെങ്കിലും ഓപ്പൺ ബാർബിക്യൂ ഏരിയ ആയിട്ടോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സൈസുള്ള ടെറസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇതിൻ്റെ സൈസ് വരുന്നത്, അതായത് ബിൽട്ടപ്പ് ഏരിയ വരുന്നത്, ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസിൻ്റെ ബിൽട്ടപ്പ് ഏരിയ വരുന്നത് 2353 മുതൽ 2415 വരെ വരുന്നുണ്ട്. കോർണർ യൂണിറ്റ്സ് ആകുമ്പോൾ പ്ലോട്ട് സൈസ് വരുന്നത് ഒരു 1400 എബോ ആണ്. 3400 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. മിഡിൽ യൂണിറ്റ് ആകുമ്പോൾ ഒരു 1200 പ്ലസ് സ്ക്വയർ ഫീറ്റ് വെച്ചാണ് മിഡിൽ യൂണിറ്റിൻ്റെ പ്ലോട്ട് സൈസ് വരുന്നത്. നമുക്കിൻ്റെ കാൽക്കുലേഷനിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ സെയിൽസ് ഓഫർ കാണിച്ചു തരാം. സോ ഇത് ഞാനൊരു സാമ്പിളായിട്ട് എടുത്തൊരു യൂണിറ്റ് ആണ്. സോ ഇതിൻ്റെ യൂണിറ്റിൻ്റെ പ്രൈസ് 1.994 മില്യൺ ആണ്. ഇതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് വരുന്നത് 2027 8ാം മാസത്തിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ യൂണിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 4 ബെഡ്റൂം ടൗൺ ഹൗസ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 2352 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിൻ്റെ പ്ലോട്ട് ഏരിയ വരുന്നത് 1208 സ്ക്വയർ ഫീറ്റ്. 2 പാർക്കിംഗ് ഏരിയ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് DLD ഫീസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇത്ര അടയ്ക്കേണ്ട. നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെഷ്യൽ ഓഫറായിട്ട് 2% ഇതിൻ്റെ DLD ഫീസ് വേവ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ ഡീഡ് ഫീസ്, ഉക്കൂത്ത് ഫീസ്, അതൊക്കെ ചെറിയ എമൗണ്ട്സ് ആണ്, 1000 dirhams. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത് ഈ 20% ഡൗൺ പേയ്മെൻറ്റും പ്ലസ് 2% ADM ഫീസും മാത്രം അടച്ചാൽ മതി. ഇവിടെ 24 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾ 22 മാത്രം അടച്ചാൽ മതി. പിന്നെ വരുന്ന പേയ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. 1% മന്ത്ലി, പിന്നെ ഒരു 6 months കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 8% ബുള്ളറ്റ് പേയ്മെൻറ്റ്. അതായത് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഹാൻഡ് ഓവർ വരെ ഈ പ്രോജക്റ്റിൻ്റെ 70% ആണ് അടച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഓൺ ഹാൻഡ് ഓവർ ടൈമിൽ നിങ്ങൾക്ക് ബാക്കി 30% അടച്ച് ഇതിൻ്റെ ഇതർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു മോർഗേജിന് പോയിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ പേയ്മെൻ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ടൈമിൽ അടയ്ക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ നമുക്ക് വരുന്നത്, ഇതിപ്പം ഒരു റെപ്യൂട്ടഡ് ഡെവലപ്പർ ആയതുകൊണ്ട്, ഒരു ടയർ 1 ഡെവലപ്പർ ആയതുകൊണ്ട് നമുക്കിതിനകത്ത് മോർഗേജിന് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ 50% അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 50% നമുക്ക് ഓഫ് പ്ലാനിൽ തന്നെ മോർഗേജ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ, നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ വിസിറ്റ് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം.